ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രിപ്ഷൻ പെണ്ണുങ്ങൾക്കെതിരെയുള്ള വീഡിയോ ഇപ്പോൾ 2-3 ആയി ഞാൻ ചെയ്യുന്നത്. ഇനി എന്നാണോ അവളുമാരില്ലാണ്ട് എനിക്കെതിരെ പണി തരുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇന്നും അത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ജിന്നു ഇട്ട ഒരു വീഡിയോയുടെ ക്ലിപ്പുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ വീഡിയോക്കിടയിൽ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ സബ്സ്ക്രിപ്ഷനിലേക്കൊക്കെ പോയിട്ട് വന്നൊരു മാറ്റം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ അന്നാരാജൻ, അത് പറഞ്ഞു വരാം. അന്നാരാജനൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇവരൊക്കെ തമ്മിൽ യുദ്ധം തന്നെയായിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, മത്സരം. 1 കോടി രൂപ മാസം മേടിക്കുന്ന അശ്വിനി ഈ രംഗത്തേക്ക് പുതിയതായിട്ട് കടന്നു വന്ന ആളാണെന്ന് തോന്നുന്നത്. പക്ഷെ അന്നാരാജനൊക്കെ ഒരു ഇന്റർവ്യൂവിന് പോയാൽ പോലും, ഇനാഗ്രേഷന് പോയാൽ പോലും അത്യാവശ്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അതൊക്കെ ഞാൻ ആലോചിച്ച. അപ്പൊ ഈ രംഗത്ത് നല്ല മത്സരമാണ്. പുതിയ ആൾക്കാർ ഇത് കണ്ട് കടന്നു വരുന്നുണ്ട്. നമ്മുടെ രജിസാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞാല് മെയ് അനങ്ങാതെ പണം ഉണ്ടാക്കുന്ന ഒരു രീതിയല്ലേ, അതും നിസാര പണമാണോ, കോടികളാ. അശ്വിനിയുടെയൊക്കെ മാസവരുമാനം എന്ന് പറഞ്ഞാൽ കോടികളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അതിലോട്ടൊരു ആകർഷണം കൂടിയിട്ട് കാണിക്കാണ്ടാത്ത ഇത്രയും കാലം മറച്ചു വെച്ചുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ അതിൽ കാണിക്കും. പിന്നെ അന്നാരാജനെ കുറിച്ച് പറയുമ്പം ആൾക്കാര്, അന്നാരാജൻ ഞാൻ ഇതിനു മുന്നേ ആലോചിച്ചിരുന്നു. ഈ പൊങ്കാലയൊക്കെ കഴിഞ്ഞ സമയത്ത് ആ പൊങ്കാല അത്ര പവിത്രമായ ഒരു ചടങ്ങായിട്ടും മീഡിയക്കാരാണേലും കാണികളാണേലും അന്നാരാജൻ പോയി നിന്നതും എല്ലാമായിരുന്നു ശ്രദ്ധിച്ചത്. അപ്പൊ തന്നെ ഞാൻ ഓർത്തിരുന്നു, ഈ അശ്വിനിക്ക് ഒരു നല്ല എതിരാളിയാണ്. കാരണം അശ്വിനിക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ, പുതിയതായിട്ട് കടന്നു വന്ന, എന്നാലും അതിലൂടെ വൈറലായി. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ആളാണ്. മാസം 1 കോടി രൂപ. വല്ല ടാക്സ് ഒക്കെ ചെറുതായിട്ട് പോയിട്ട് ബാക്കിയുള്ളത് കിട്ടും. ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലുമൊക്കെ പിടിക്കുമായിരിക്കും, എന്നാലും ബാക്കി നല്ല തുക കിട്ടും. പൈസ കൊണ്ട് അമ്മാനമാടുക എന്ന് പറയുന്ന പോലെ. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനൊക്കെ എന്താ സുഖം, ഒന്നുമില്ല. ചുമ്മാ ഒരു 5 മിനിറ്റ് വരുന്ന റീല് എന്നാ സമയം എടുക്കുന്നു. അത് എഡിറ്റ് ചെയ്യാൻ അശ്വിനി തന്നെ എഡിറ്റ് ചെയ്യുന്ന, ആനപ്പുറത്തിരുന്ന് ആന കഴുകുന്ന വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആ കുട്ടി എല്ലാ കമന്റിനും മറുപടി കൊടുക്കും. കമന്റ് ബോക്സ് എഡിറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എഡിറ്ററെ പോലും വെക്കേണ്ട കാര്യമില്ല. അവക്കൂടി എന്ത് ഫോട്ടോ, നല്ലൊരു ക്യാമറ ഉപയോഗിക്കണം. അവരെ സംബന്ധിച്ച് ഇത്രയും പൈസ കിട്ടുമ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ അധികം വെയിൽ കൊള്ളാതെ, മെയ് അനങ്ങാതെയും വേർപ്പെന്ന് പറഞ്ഞ് സംഗതി വരാതെ കോടിക്കണക്കിന് കാശ് അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പിന്നെ കുറെ പേര് ആകർഷിക്കാതിരിക്കും. ഏതിപ്പം MDMA, കഞ്ചാവ് ഇതൊക്കെ നല്ലതല്ല, മോശമാണ്, ശരീരത്തിന് മോശമാണ്, കുറച്ച് കഴിയുമ്പോൾ തട്ടിപ്പോവും എന്നൊക്കെ പുതിയ പിള്ളേർക്ക് അറിയില്ലേ, പെൺപിള്ളേർക്കറിയില്ലേ. എന്നിട്ട് എന്തോ ഒരു വാശിയോടെയാണ് മേടിച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലേ 24 കടയില്ലേ, ആ 24 കടയിൽ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി, മുഴുവൻ ഇതായിരിക്കും. ഇങ്ങനെ കിറങ്ങിയിരിക്കുന്നതാണ്. ഇത് മോശമാണെന്നറിയാമെങ്കിലും അതിലോട്ട് അങ്ങ് ആകർഷിക്കപ്പെട്ട് അഡിക്റ്റ് ആയിട്ട് വന്ന് വീഴുക. പിന്നെ നൈറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തൂടെ നിങ്ങൾ ഒന്ന് വട്ടം കറങ്ങുകയാണെങ്കിൽ അയ്യോ എന്ന് വെക്കുന്ന കൂട്ട് കാഴ്ചകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അന്നാരാജൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെറുതായ അത് കയറിയാലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഈ ക്ലിപ്പൊക്കെ ജീനുവിനോട് മേടിച്ചതാണ്, അത്രേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രിപ്ഷൻ അന്നാരാജൻ ഇത് കാണിക്കുന്ന കണ്ടിട്ട് എനിക്ക് 2-3 വട്ടം നോക്കിയിട്ടും ഏതാണ്ട് ഒരുമാതിരി മയങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇനി അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കണ്ടു നോക്കി. അന്നാരാജനാണെ അത്യാവശ്യം ഇനാഗ്രേഷൻ വന്നാലും കാണിക്കും. അപ്പൊ ഈ കാണിച്ചു കൊടുക്കുന്ന പോരാതെ ഇപ്പൊ ഈ ഇനാഗ്രേഷന്റെ ചടങ്ങ് സ്റ്റേജിൽ നിന്ന് അത്യാവശ്യമൊക്കെ ഇത്രയും കാണിച്ചു കൊടുക്കുന്ന പോരാഞ്ഞിട്ട് അപ്പൊ ഇനി സബ്സ്ക്രിപ്ഷനിൽ എന്തായിരിക്കും? കേരളത്തിലെ ജനങ്ങൾ പണിയെടുത്ത് നട്ടല് വെള്ളമാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് കേരളത്തിലെ ആൾക്കാർ നട്ടല് വെള്ളമാക്കും, രണ്ടാമത് മരുഭൂമി കിടന്ന് എന്റെ പൊന്നോ ചൂടും വെയിലും എല്ലാം കൊണ്ട് പണിയെടുത്ത് ഓവർ ടൈമും കൂടെ പണിയെടുക്കും. അങ്ങനെ കിട്ടുന്ന കാശ് കൂടെ കൊണ്ട് ഇവരൊന്ന് കണ്ണടച്ച് വിടുമ്പോഴത്തേക്കിന് അവന്മാരിവിടെ കൊണ്ടു കൊടുത്ത് ഇതെല്ലാം, അതായത് കിടന്ന് നട്ടൽ വെള്ളമാക്കി കിടന്ന് പണിത് കാശ് മുഴുവൻ കളയുന്നുണ്ട് പ്രവാസികൾ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവരുടെ ഭാഷ ഇതായിരിക്കാം, ഞങ്ങൾ ഇതുപോലെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ടൈം പാസ്. പക്ഷെ ഇതൊരു മണ്ടത്തരമല്ലേ എന്നുള്ളതുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഒരു മണ്ടത്തരമാണ്. അതേപ്പറ്റി നമുക്ക് പറയേണ്ടത് അവരുടെ ഇഷ്ടം. നയനസുഖം അതൊന്ന് വേറെയാണ്, നമ്മളതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് നയനസുഖം അനുഭവിക്കണം. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതൊന്നുമല്ല. ഒരു സാധാ വീട്ടമ്മ ഒന്ന് നോക്കി, ഈ ഫോട്ടോ കണ്ടല്ലോ, ഈ സാധാ വീട്ടമ്മ ആദ്യമല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം, ആദ്യ ഫോട്ടോയിൽ അവരൊരു നൈറ്റി ഇട്ടിരിക്കുന്ന പോലെ നിൽക്കുന്നത്. ആ നൈറ്റി പൊതുവെ പെണ്ണുങ്ങള്, സ്ത്രീകള്, ഞാനൊക്കെയാണ് നൈറ്റി ഇടും, പിന്നെ അതിന്റെ പുറത്തൊരു തോർത്തൊന്നും ഇടാറില്ല.
നൈറ്റി ഇടും. പഴയ അമ്മമാരിങ്ങനെ സാരി ബ്ലൗസും മുണ്ടും ഒക്കെ എടുക്കുമ്പോഴത്തേന് തോർത്തിടാറുണ്ട്. പക്ഷെ നൈറ്റിയുടെ പുറത്ത് ചില അമ്മമാരായിട്ടുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊന്നും മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അവരൊരു തോർത്തും കൂടെ നൈറ്റിയുടെ മുകളിലാണേലും ഇടും. അവർക്ക് ആ പഴയ തലമുറയ്ക്ക് നമ്മളെക്കാട്ടും കുറച്ചുകൂടി ഒരു നാണം ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു നൈറ്റി എടുത്തിരുന്നത്. നമ്മൾ ഈ ഫാഷൻ കെട്ടിയ നൈറ്റിയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് അത് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ തോർത്തൊന്നും ഇടാറില്ല. പക്ഷേങ്കിൽ ഇവരുടെ ഒരു ഫോട്ടോയിൽ ഇവര് നൈറ്റിക്ക് മുകളിൽ ഒരു തോർത്തിട്ടിരിക്കുന്നു. അപ്പൊ എത്ര കുലീനയായ സ്ത്രീയാ അവര്, അതാണ് ഞാൻ ഓർക്കുന്നത്. എത്ര കുലീനയായ സ്ത്രീ, എത്ര കുടുംബത്തിരുത്താൻ കൊള്ളാവുന്ന സ്ത്രീയാണ് അവര്. എങ്ങോട്ടാണ് അവരുടെ അതൊന്നും ആലോചിച്ച് അതൊരു അതിശയാണ്. ആ ലെവലിൽ നിന്ന് ഇനി പോന്ന് ഇപ്പോഴത്തെ ഒരു കോലം ഒന്ന് കാണും. സബ്സ്ക്രിപ്ഷൻ നടത്തുക, ആ കോലം ഒന്ന് കണ്ടേ. നമുക്ക് ചായ കുടിയാം. എന്തെടുക്കും എല്ലാവരും? ഞാൻ ചായ കുടിക്കണം, ഇപ്പോഴേ കുടിക്കുന്നുള്ളൂ. രാവിലെ നേരത്തെ എണിച്ച് തുണി കഴുകല്, പാത്രം കഴുകല്, കുളി, ചോറ് വയ്ക്കല്, കറി വയ്ക്കല് എല്ലാം തീർത്ത് കുളിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പാത്രം കഴുകുമ്പോൾ ഫോണിൽ ചാർജ്. അപ്പം ഇന്ന് നമുക്ക് ചായ കുടിയാം. സബ്സ്ക്രിപ്ഷൻ നടത്തിയ ഒത്തിരി കാശൊന്നും ആയതായിട്ട് തോന്നില്ല. അപ്പൊ ഇത് ഫിൽറ്റർ കൊണ്ടാണോ ഇങ്ങനെ മാറ്റം വന്നതെന്ന് എനിക്കിനി അറിയത്തില്ല. അതോ ഇനി പൈസയൊക്കെ ആയി പൈസ കിട്ടുമ്പോൾ ആൾക്കാർ മാറില്ല, അങ്ങനെ മാറിയതാണോ എന്നും അറിയത്തില്ല. എന്താണേലും ആദ്യകാലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ആ ഫോട്ടോയും കൂടെ ആളെ ആകെ മാറിപ്പോയി. ഇവര് ജിമ്മിൽ പോകുന്നതൊക്കെ ഇട്ടിരിക്കുന്നത്, സുധ എന്ന് പറഞ്ഞങ്ങാണ്ടുള്ള ഒരു ഐഡിയ, ജിമ്മിൽ പോകുന്നതൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ആകെ ഒരു മാറ്റം. ആദ്യകാലത്തെ ഫോട്ടോ കണ്ടുവെച്ച് പിന്നെ ഇവരെ കണ്ടാൽ തിരിച്ചറിയില്ല. സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഇത്രയ്ക്ക് വലിയ ഉപകാരമുണ്ടോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ മറിമായ സംഭവിച്ചത്? ഏതായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറെ ആണുങ്ങളാണ് ഇതിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നട്ടല്ലില്ലാത്ത കുറെ ആണുങ്ങളുണ്ട്. ആ അവന്മാർക്ക് പണിയെടുക്കാൻ കഴിയാലായിട്ട് സ്വന്തം ഭാര്യയ്ക്ക് കുറെ ചമ്പ്, അതായത് കുറെ മാംസമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ വേണ്ടി അവന്മാർക്ക് അത് പുറത്ത് കാണിച്ചിട്ട് വെറുതെ ഇരുന്ന് വെള്ളം അടിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് കൂട്ടുകൂടി നടക്കാനുള്ള ഒരു കാശുണ്ടാക്കാനുള്ള സൂത്രവിദ്യ ഭർത്താക്കന്മാർ അനുവദിച്ചങ്ങ് വിടുമ്പത്തേന് ഭാര്യമാര് പിന്നെ ഓർക്കുന്നതെന്നു വെച്ചാൽ അവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ, അവരെ മാത്രമേ ജനങ്ങൾ ഇത് കാണാൻ വരുള്ളൂ, അവരുടെ ആ ഭംഗി കണ്ടിട്ട് ജനങ്ങൾ വരുന്നതാണ് ഇത്രേ. ഇതൊന്നുമല്ല. അവരുടെ സ്ഥാനത്ത് ഏത് ഒരു പെണ്ണിന്റെ കോലത്തെ ഒരു തുണി ചുറ്റിയാലും പുരുഷന്മാരും ഞരമ്പന്മാരെന്നൊന്നും പറയണ്ട. ഇപ്പം ഒരുമാതിരി പ്രവാസികളെല്ലാം ഇതിനൊക്കെ അഡിക്റ്റാന്നാ പറയുന്നത്. അപ്പൊ ഒരുമാതിരി ഉള്ളവരൊക്കെ പോകും, പിന്നെ ഞരമ്പന്മാർ ഒന്നുകൂടെ പോകും. പിന്നെ അതുകൂടാതെ ഇപ്പൊ വളർന്നു വരുന്ന പിള്ളേര്, ഇന്നാളെ ഞാൻ പറഞ്ഞോളൂ, ഇതാണോ കത്രി പൂലോ എന്ന് ചോദിച്ച് നടക്കുന്ന കുറെ പിള്ളേര്, ടീനേജ് പിള്ളേരുണ്ട്. അവന്മാർ ഇത് എന്താണെന്നറിയാൻ വേണ്ടി അവന്മാരും ഇവിടെ പൈസ കൊടുത്തു കയറും. അങ്ങനെ 4 വഴിക്ക് ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇവർക്ക് വലിയ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാൻ, തൊട്ടോണ്ട് പോകുന്നില്ല, കൊണ്ടോണ്ടല്ലേ പോകുന്നുള്ളൂ, കണ്ടോണ്ടല്ലേ പോകുന്നുള്ളൂ, കൊണ്ടോണ്ട് പോകുന്നില്ലല്ലോ, വെറുതെ കാണിക്കുന്നല്ലേ ഉള്ളൂ. അവരുടെ വീടിന്റെ മുറിക്കകത്തിരുന്ന് വെറുതെ ഒന്ന് കാണിച്ച് ഒന്ന് റീൽ ചെയ്യുന്നത്. അതായത് ഒന്നിരിക്കുന്നതിന് വട്ടം തിരിഞ്ഞ്. ഈ പുള്ളിക്കാരത്തിന്റെ ഒക്കെ വീഡിയോ അങ്ങനെ, പുള്ളിക്കാരത്തി ഒരു സ്റ്റൂളായിരിക്കുന്നു, ആ സ്റ്റൂളിൽ വട്ടം കറങ്ങി ഒരു വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു, ഒന്നുമില്ല, വീട്ടിൽ ഇരുന്ന വടിയൊന്നും എടുക്കുന്നത്. ഇത്രയുള്ള അവർക്ക് ചെലവ്. പക്ഷെ സ്വഭാഭിമാനം അല്ലെ സെൽഫ് റെസ്പെക്ട് അല്ലെ അങ്ങനെ കുറെ കാര്യമുണ്ട്. അത് ആ മൈതാന പ്രസംഗം ഇനി ഞാൻ നടത്തുന്ന കാര്യമില്ല എന്നാണ് നമ്മുടെ രജിസാർ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അതുകൂടെ കണ്ടിട്ട് വീഡിയോ നിർത്താം. ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും, വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണം ഉണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2,
ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തന്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വം. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ലോക്ക്ഡൌൺ കാലത്തെ ആദ്യകാലത്തെ യൂട്യൂബ് തുടങ്ങിയതാണ് ഈ നിഷാന വ്ളോഗ്, അഞ്ജിത നായർ. അവരെയൊക്കെ പറ്റി ഞങ്ങൾ റിയാക്ഷൻ ഇട്ടു. അപ്പൊ അഞ്ജിത നായർ അന്ന് തൊട്ട് തമ്പിനയിൽ ഇപ്പൊ കാണിക്കും എന്നുള്ള രീതിയിൽ തമ്പിനയിലിടും, പക്ഷെ കാണിക്കില്ല. അപ്പൊ ഈ ലൈവിന്റെ താഴെയും വീഡിയോയുടെ താഴെ എല്ലാം ഇപ്പൊ കാണാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് അഞ്ജിത നായരുടെ ലൈവിന്റെ താഴെ മരവാഴ പോലെ പോയി ഇരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അവരുടെ കമന്റ് നിങ്ങൾ കാണുന്നത് എന്തോരു നിരാശയാണെന്നറിയാം. കാണിക്കാന്ന് പറഞ്ഞ് പറ്റീര് തുടങ്ങിയിട്ട് കുറെ നാളായി, ഇതുവരെയും കാണിച്ചില്ല എന്നുള്ള ഒരു ഭയങ്കര പരാതി നിൽപ്പുണ്ട്. ഏതായാലും ആ പരാതിക്കും എല്ലാം ഒരു അവസാനമായി. ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോടുകൂടി അഞ്ജിത നായർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അവിടെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം ഒരു നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതാ. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻ കാണുമല്ലോ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആദ്യം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തുടക്കം എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറ്റാണെങ്കിൽ അത് പോട്ടെ ഇനി അടുത്ത പറയാം എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തെടുക്കും. അപ്പൊ ആദ്യം എടുത്തതിന്റെ അകത്ത് ആ തെറ്റൊക്കെ ബിഹൈൻഡ് ദ സീൻ അതെല്ലാം എടുത്ത് നമ്മളിങ്ങനെ ഇട്ട കുറെ കോമഡി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ വീട്ടിൽ ആരോടെങ്കിലും എന്താന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലും ഒന്ന് അവര് വീഡിയോ എടുക്കാന്നറിയാതെ എടുക്കുകയൊക്കെ ചെയ്യും. അല്ലെ എനിക്കാണെങ്കിൽ ഒരു പൂച്ചയുണ്ട് കേട്ടോ, അത് എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത്. മഹാശല്യമാണ്, വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ മുഴുവൻ ശല്യമാണ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ ഞാനത് മാറ്റാറുണ്ട്, എഡിറ്റ് ചെയ്ത്. അങ്ങനത്തെ കുറെ സീൻ എല്ലാവർക്കും ഉണ്ടാകാം ഓരോന്ന്. അങ്ങനത്തെ കുറെ സീനുകളൊക്കെ എടുത്ത് ബിഹൈൻഡ് ദ സീനുള്ള സീനൊക്കെ ഇടുന്ന ഒരു രീതിയാണ് ഇൻസ്റ്റാഗ്രാം ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഉദ്ദേശിച്ചെന്നാണ് തോന്നുന്നത്. അത് ഒരു കോമഡിയൊക്കെ ആയിട്ട് സബ് ചെയ്തവർക്ക് മാത്രം കാണാവുന്ന ഒരു രീതി എങ്ങാണ്. പക്ഷെ അതിനെയാണ് നമ്മൾ മലയാളി പെൺകുട്ടികൾ വളച്ചൊടിച്ച് പൈസയാക്കി ഇങ്ങനെ വെക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അശ്വനി മാസം 1 കോടി രൂപ മേടിക്കുന്ന അശ്വനിക്ക് എതിരാളികളായിട്ട് അന്നാരാജൻ അതിശക്തമായ എതിരാളിയാണ്. കാരണം ഇനാഗ്രേഷന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോ എന്തായിരിക്കും, പിന്നെ കാണാനും ഉള്ള ഒരു മുതലുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഹണിറോസ് ഈ ഫീൽഡിലേക്ക് വരികയിലാകും, ദൈവമേ വരല്ലേ എന്ന് പറയുന്നു. അപ്പൊ അഞ്ജിത നായർ എതിരാളിയായി, അന്നാരാജൻ എതിരാളിയായി, പിന്നെ നമ്മുടെ രേണുസുതിയും ഇതിന്റെ ഇടയിൽ കൂടെ എതിരാളിയാണ്. ആർക്ക്? അശ്വിനിയാണല്ലോ 1 കോടി മേടിക്കുന്നത്. പർപ്പിൾ എന്നാണ് ആ ഇൻസ്റ്റാഗ്രാം പേര്. പർപ്പിളിന് എതിരാളികളായിട്ട് അന്നാരാജനും അഞ്ജിത നായരും ഈ പെണ്ണിന്റെ പേരെന്താ ഞാനിപ്പോ കാണിച്ച സുധാന്നോ അങ്ങനെയാണ്ട പേര്. അങ്ങനെ ഇഷ്ടം പോലെ സ്ത്രീകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലേക്ക്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന മാതിരി മലയാളി പെൺകുട്ടികളും ഇങ്ങോട്ട് കടന്നു വരും സബ്സ്ക്രിപ്ഷനിലോട്ട്. മെയ് അനങ്ങാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭർത്താവോ ആരെങ്കിലും ഒക്കെ പുറകിലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.